ബീട്രൂട്ട് ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. എന്നാൽ നമ്മളിൽ പലരും ബീട്രൂട്ട് ജ്യൂസായും സാലഡായും മാത്രമാണ് കഴിക്കുന്നത്. എന്നാൽ അല്പം വ്യത്യസ്തമായി ഒരു ബീട്രൂട്ട് ദോശ പരിചയപ്പെട്ടാലോ? ഈവനിംഗ് സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഒക്കെ ഈ ദോശ കഴിക്കാം. നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ദോശ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് കടലമാവ് എടുക്കുക. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് പൗഡർ ചേർത്ത് കൊടുക്കണം. അടുത്തതായി 1 നുള്ളു കായം ചേർക്കാം. ഇനി 1 ടീസ്പൂൺ സെലറി സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അല്പം മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി രുചിക്ക് ആവശ്യമായ ഉപ്പും ചേർക്കണം. അടുത്തതായിട്ട് നേരത്തെ അരിഞ്ഞ് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കാം. ബീട്രൂട്ട് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയ ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കണം. അവസാനം അല്പം വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ച് ആദ്യം തന്നെ ഒഴിക്കരുത്. അല്പാൽപമായി ചേർത്ത് തിക്കായിട്ടുള്ള ഒരു മാവായിട്ട് എടുക്കണം. നല്ല തിക്ക് പേസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് അല്പം നെയ്യ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ചേർക്കാവുന്നതാണ്, നെയ്യ് വേണമെന്നില്ല. ഇത് ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കിയ ബീട്രൂട്ട് മിശ്രിതം ഇതിലേക്ക് അല്പം ഒഴിച്ച് നന്നായി പരത്തുക. ഇതിന് മുകളിലായിട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവോള, പച്ചമുളക്, മല്ലിയില എന്നിവ വിതറിയ ശേഷം ലിഡ് വെച്ച് അടച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. കുറച്ചു സമയം മൂടി വെച്ച ശേഷം തുറന്ന് അടുത്ത സൈഡും മറച്ചിട്ട് വേവിക്കണം. ഇവിടെ നല്ല റെഡ് കളറിലെ ബീട്രൂട്ട് ദോശ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് പോഷകങ്ങൾ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ബീട്രൂട്ട് കൊണ്ടുള്ള ഈ ദോശയും. ബ്ലഡ് ഫ്ലോ കൂടാനും BP കുറയാനും ഒക്കെ ഇത് സഹായിക്കും. കുട്ടികൾക്കൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ഈ ദോശ നൽകാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.